നമ്മളൊക്കെ പച്ചക്ക് പറ്റിക്കപ്പെടുക എന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുമോ? ചെറിയൊരു തോട്ട്സ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ്. ചാനൽ ചർച്ചകളിൽ നടക്കുന്ന അഭിനയത്തിൻ്റെ ചക്രവർത്തിമാരെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആരുമല്ല, നമ്മുടെയൊക്കെ വീടുകളിൽ വൈകുന്നേരം നിറഞ്ഞു നിൽക്കുന്ന ടെലിവിഷനുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ചാനൽ അവതാരകർ, അവർ സംസാരിക്കുന്ന രീതി, അവർ പ്രയോഗിക്കുന്ന പദങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളോടുമായുള്ള അവരുടെ വാഗ്വാദങ്ങൾ, നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾക്കൊരു ചിന്തകൾ വരാൻ ചാൻസ് ഉണ്ട്, ഇവർ തമ്മിൽ തല്ലുകൂടുമോ എന്നുള്ളത്. ഉടനെ ഒരു കൊമേഴ്ഷ്യൽ ബ്രേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ട്, ഈ കൊമേഴ്ഷ്യൽ ബ്രേക്ക് വരുന്ന സമയത്ത് എന്തായിരിക്കും ഈ ചാനലിലെ അവതാരകർ അവിടെ ചെയ്യുന്ന പണിയെന്ന്? ഒന്നുമില്ല, അവർ വളരെ സിമ്പിളായിട്ട് അവർ നല്ല സൗഹൃദ സംഭാഷണം, ഒരു കാപ്പി കുടിച്ച് ഒരു ചായ കുടിച്ചിട്ട് അവർ മറ്റവനെ ആ രീതിയിൽ ഞാൻ സംസാരിച്ചു, ഇവനോട് ഞാൻ ഇങ്ങനെ സംസാരിച്ചു എന്ന് മാത്രമാണ് പറയുന്നത്. വീണ്ടും ചാനലിലേക്ക് വന്നിട്ട് കൊമേഴ്ഷ്യൽ ബ്രേക്ക് കഴിഞ്ഞാൽ വീണ്ടും ഭയങ്കരമായിട്ട് കൂലങ്കഷിതമായ വാഗ്വാദങ്ങൾ. ഇവരൊക്കെ എങ്ങനെയാണ് എത്ര നല്ല അഭിനേതാക്കളെ, നമ്മുടെ മമ്മൂട്ടി മോഹൻലാലിനെ കാണുകളൊക്കെ എത്ര ഭംഗിയായിട്ടാണ് ഇവർ അഭിനയിക്കുന്നത്? നിങ്ങൾ എപ്പോഴേലും ഇത് ചിന്തിച്ചിട്ടുണ്ടോ? ഇവർക്ക് ഒരു ലക്ഷ്യവുമില്ല. ഇവർക്ക് വാർത്താ മാധ്യമങ്ങളിലെ സത്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റിയോ ഒന്നല്ല ഇവരുടെ ആവശ്യം. ഇവരുടെ ആവശ്യം അവരുടെ ചാനലിൻ്റെ TRP, ടെലിവിഷൻ റേറ്റിംഗ് പോയിന്റ് കൂട്ടുക എന്ന് മാത്രമാണ് അവർക്ക് ഉദ്ദേശിച്ചുള്ളൂ. അതുവഴി എന്താണ് ഗുണം? അതുവഴി റവന്യൂ കൂടും. എങ്ങനെ റവന്യൂ കൂടും? TRP കൂടുന്നതനുസരിച്ച് പരസ്യ കമ്പനിക്കാർ ആ പർട്ടിക്കുലർ ചാനലിനെ സമീപിക്കും. ആ ചാനലിന് അപ്പോൾ റവന്യൂ കൂടും. റവന്യൂ കൂടുമ്പോൾ ആർക്കാണ് ഗുണമുള്ളത്? ചാനലിൻ്റെ മുതലാളിമാർക്ക് ഗുണമുണ്ട്, ചാനൽ അവതാരകർക്ക് ഗുണമുണ്ട്. സാധാരണ പ്രേക്ഷകർക്ക് എന്താണ് അതിലൊരു ഗുണം സംഭവിക്കുന്നത്? സാധാരണ പ്രേക്ഷകർക്ക് ഒരു ഗുണമില്ല. അവർക്കുള്ളത് അവരുടെ ടെൻഷൻ കൂടും, സ്ട്രെസ്സ് കൂടും, പ്രഷർ കൂടും എന്നല്ലാതെ കുറേ അസുഖങ്ങൾക്കാവും എന്നല്ലാതെ വേറെ ഒന്നുമില്ല. അതൊക്കെ അവരുടെ ബിസിനസ്സിൻ്റെ ഭാഗം. എനിക്ക് പൊതുജനങ്ങളോട് പറയാനുള്ളത്, വാർത്തകൾ അറിയുന്നത് ഒരു നമ്മുടെ ഒരു പൗരൻ്റെ അവകാശമാണ്. പക്ഷേ ആ വാർത്തകളെ വിനോദമാക്കി അതൊരു കച്ചവട ചരക്കാക്കി മാറ്റാൻ നിങ്ങൾ ആരെയും അനുവദിക്കരുത്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.